കാസർകോട്ടെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്തെ പാറശാല വരെ നീണ്ടു കിടക്കുന്ന കേരളം. ആ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിലെ ഊണെന്ന മൂട്. ഒന്നെങ്കിൽ ഒരു റൂം വാടകയ്ക്ക് എടുത്ത്, അല്ലെങ്കിൽ ഒരു ഷെഡ് പോലെ അപ്പുറത്ത് കാര്യങ്ങളൊക്കെ ഒരുക്കി കടത്തുന്നു. പക്ഷേ നമ്മൾ ഇത്തവണ എത്തിയിരിക്കുന്ന വീട്ടിലെ ഊണ് അതൊരു ശരിക്കും യഥാർത്ഥ വീട്ടിലൂടാണ്. കാരണം വീടിൻ്റെ കോമ്പൗണ്ടകത്ത് വീട്ടിലെ അടുക്കളയിൽ തന്നെ കുക്ക് ചെയ്ത് തൊട്ടപ്പുറത്ത് വെച്ചിട്ട് സെർവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വിട്ടേക്കാ. യെസ്. ഹായ്. ഹായ്. ചോറായോ? ചോറൊക്കെ ആയി. എല്ലാം റെഡിയായി? എല്ലാം റെഡിയായി. വേറെ എന്തൊക്കെയാ? സുഖം തന്നെ? സുഖം. ഇവിടെ ഇരിക്കട്ടല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാ? എന്നിട്ട് വേറെ എന്താ, ഞങ്ങൾ ഈ വീട്ടിലൂടെ ഇങ്ങനെ നടത്തുന്നു. രാവിലെ മുതൽ വൈകുന്നവരെ ഇതിന്റെ പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോകുന്നു. അമ്മ പിന്നെ അമ്മയുടെ മോള്? എൻ്റെ മോളാണ്, എൻ്റെ മൂത്ത മോളാണ് ധന്യ. ധന്യയുടെ വീടാണ്. ധന്യയുടെ കൂടെ ഞാനും വന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചു കൊടുക്കുന്നു. പിന്നെ സഹായത്തിന് ആരൊക്കെയാണ് വേറെ? പിന്നെ ഞങ്ങളുടെ കൂടെ വേറെ രണ്ട് ചേച്ചിമാർ, രണ്ട് പിള്ളേരുണ്ട്. പിന്നെ ഇവിടുത്തെ അമ്മയുണ്ട്, പ്രവീണിന്റെ, ഇവിടെ ധന്യയുടെ ഭർത്താവിന്റെ അമ്മ. ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ. ഒരു തവണ വന്നിട്ടുള്ളവർ വീണ്ടും വീണ്ടും വരാറുണ്ട്. എല്ലാവർക്കും നല്ല സംതൃപ്തിയോടെ തന്നെയാണ് എല്ലാവരും മടങ്ങിയിട്ടുള്ളത്. എപ്പോൾ തുടങ്ങും? രാവിലെ ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് തുടങ്ങും. 6 മണിക്ക് തുടങ്ങിയാൽ ഒരു 3:30-4 മണി വരെ ഊണൊക്കെ കഴിഞ്ഞ് വാഴയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പം തന്നെ ഊണ് തീർന്നു. ഊണ് തീർന്നു. നിങ്ങൾക്ക് ഊണ് തരും. നമുക്ക് ഒരു ദിവസം 150 പേർക്ക് വരെ വിളമ്പാനുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. ഒഴിച്ചുകറി തന്നെ 3 കൂട്ടം കാണാം. അതിൽ സാമ്പാറും മോരോ പുളിശ്ശേരി എന്തെങ്കിലും എല്ലാ ദിവസവും തന്നെയുണ്ട്. പിന്നെ പരിപ്പ് ചാറാകാം, രസമാകാം, മീൻചാറാകാം, തക്കാളിയാകാം, മാങ്ങായാകാം, അങ്ങനെ എന്തെങ്കിലും ഒരു നാടൻ കറികൾ കൂടെ അങ്ങനെ 3 കൂട്ടം ഒഴിച്ചു കറിയും, പിന്നെ 4 കൂട്ടം തൊടുകൂട്ടാൻ. അത് അവിയലാകാം, അല്ലെങ്കിൽ ഇരിശ്ശേരി, അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം. തോരനോ മെഴുക്കുരട്ടി എന്തെങ്കിലും ഒരെണ്ണം. പിന്നെ ഒരു പച്ചടി, ചമ്മന്തി, മുളകരച്ചത്, അങ്ങനെ എന്തെങ്കിലും. പിന്നെ അച്ചാർ. അച്ചാർ തന്നെ വിവിധ തരത്തിലുള്ളതുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ചേട്ടനായിട്ട് തുടങ്ങി വെച്ച സംരംഭമായത്. കൊറോണ വന്ന ആ വർഷം സ്റ്റാർട്ട് ചെയ്ത് 15-ാം ദിവസം കൊറോണയായിരുന്നു. അന്നേരം കൊറോണ കാരണം അടച്ചിടേണ്ടി വന്നു. പിന്നെ വീണ്ടും ഒരു 15 ദിവസങ്ങൾക്ക് ശേഷം പാഴ്സലുകൾ അന്ന് കൊടുക്കായിരുന്നു. അന്നേരം പാഴ്സൽ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. കൊറോണ എല്ലാം തീർന്നതിന് ശേഷം പഴയതുപോലെ തന്നെ ഇരുത്തി ഊണ് കൊടുക്കാവുന്ന രീതിയിലും പാഴ്സൽ കൊടുത്തുമൊക്കെ ഇപ്പം 6 വർഷത്തോളമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഊണും എല്ലാം നല്ല രീതിയിൽ പ്രസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഭർത്താവിന് പെട്ടെന്നൊരു മേലാഴിക പോലെ തോന്നി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പോയി. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സംഭവമായിപ്പോയി. മഞ്ഞപ്പിത്തം അതിൻ്റെ ഒരു സിംറ്റംസ് കാണിച്ചത്. ചേട്ടന് കരളിന് എന്തോ പ്രോബ്ലം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നാണ് പറഞ്ഞത്. കരൾ തന്നെ അതിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അമൃതയിൽ ചെന്നപ്പം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ ബോഡി അതിനോട് വില്ലിങ് അല്ലായിരുന്നു. അന്നേരത്തേനും ഇന്റേണൽ ബ്ലീഡിങ്, ഇന്റേണൽ ഓർഗൻസ് എല്ലാം, മൾട്ടി ഓർഗൻസ് ഡിസോർഡർ എല്ലാം ആയി. അങ്ങനെ പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളെ വിട്ട് പോവുകയായിരുന്നു. ഈശ്വരനെ നിശ്ചയമല്ലേ അല്ലേ, മുമ്പോട്ട് പോവുക, ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് മോളെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇരുന്നാലേ ഇരിപ്പാണ്ടാവുള്ളൂ. ചോറിനാണെങ്കിൽ കയറി ഇരുന്ന് ഉണ്ണണം. അല്ല തിരക്ക് വന്നോണ്ടിരിക്കും. ആള് പിടിച്ചടിച്ച് ആള് കയറുന്ന സ്ഥലമാണ്. ഞാൻ ചോറുണ്ടു. ഈ പ്രദേശത്തൊക്കെ പണിയാൻ വന്നാൽ ഇവിടെ വന്ന് ഉണ്ണും. അപ്പോൾ നമുക്ക് എന്തായാലും ചോറ് ലേശം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് പോയാൽ അതും കിട്ടില്ല. കഴിച്ചേക്കാ. ബാ. ചില ദിവസങ്ങളിൽ മത്തി ഉണ്ടാകും, അയല ഉണ്ടാകും, കിളിമീൻ ഉണ്ടാകും, കൊഴുവ ഉണ്ടാകും, സിലോപ്പിയ ഉണ്ടാകും, റോവെന്ന് പറയുന്ന മീൻ, അങ്ങനെ ഡിഫറെന്റ് ഐറ്റംസ് ഓരോ ദിവസവും കിട്ടുന്നതനുസരിച്ച്. ഇന്നിപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് റോവ് പീസ് മീനാ. ഇത് അയല, കിളിമീന്, വറ്റ ഉണ്ടായിരുന്നു. ഇന്ന് വറ്റ തീർന്നു പോയി. സ്പെഷ്യൽ ഒന്നും ഇല്ലാതെ ഊണ് തന്നെ 70 രൂപ. പിന്നെ മീൻ കൂട്ടിയാണെങ്കിൽ 100 രൂപ. അപ്പോൾ ഒരു ഫിഷ് ഫ്രൈ 30 രൂപയുള്ളൂ. 30 രൂപ. 100 രൂപയ്ക്ക് കുശലമായ മീനും കൂട്ടി ഭക്ഷണം കഴിക്കാം. അത് തന്നെ. നമുക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന രീതിയിൽ ഫുഡ് കൊടുക്കുക. ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നതിൽ ഫുൾ ടൈം പകൽ മുഴുവൻ ഞങ്ങൾ പകൽ ഒരു ദിവസം പോകുന്ന അറിയുവേല. രാവിലെ മുതൽ വൈകുന്നേരം ഒരു 3-3:30 വരെ ഈ പരിപാടിയുടെ കാര്യങ്ങൾ ഫുൾ ഉണ്ടായിരിക്കും. നമുക്ക് ചോറ് മാറ്റി വെച്ചുകൊണ്ട് ചോറ് കിട്ടി, അല്ലെ ചോറ് കിട്ടില്ലായിരുന്നു. അപ്പോൾ കൃത്യമായി എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എടപ്പാടി പ്രവിത്താനം റൂട്ടിലാണ്. അതായത് പാലയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകത്തേക്ക് വരണം. വന്നു കഴിഞ്ഞാൽ നല്ല വീട്ടിലെ ഊണ് കഴിക്കാം. അപ്പോൾ 70 രൂപയാണ്. നല്ല വാഴയിൽ നല്ല ചൂട് ഊണ്. പിന്നെ ഇനി മീൻ ഫിഷ് ഫ്രൈ വേണ്ടെങ്കിൽ ഓംലേറ്റ്, ഡബിൾ ഓംലേറ്റ് അടക്കം ചോറ്
100 രൂപ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വീട്ടൂണ് കഴിക്കാം. നമ്മളും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് കഴിച്ചാൽ അത് അവർക്കും ഭയങ്കര സഹായമായി മാറും. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തകർന്നു പോയിട്ട് ആകെ മാനസിക തകർന്ന് ഒന്നിനും പറ്റാതിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഞാനൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമുക്കൊരു പറ്റിയൊരു മാതൃക അവരൊക്കെ. അപ്പോൾ തൽക്കാലം പോയട്ടെ, വീണ്ടും പാകലാം, എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാം. ബൈ.